എല്ലാവർക്കും മെറി ക്രിസ്മസ്. ട്രംപിൻ്റെ ഭരണകാലത്ത് ട്രംപ് കൊണ്ടുവന്ന ഒരു ഒരു നേട്ടമെന്ന് പറയാം. ധൈര്യപൂർവ്വം നമുക്ക് മെറി ക്രിസ്മസ് പറയാം. ഇതുവരെ നമുക്ക് ഹാപ്പി ഹോളിഡേയ്സ് എന്ന് മാത്രമേ പറയാൻ പറ്റുമായിരുന്നുള്ളൂ. അല്ലെങ്കിൽ പിന്നെ അത് പൊളിറ്റിക്കലി കറക്റ്റ് ആവില്ല, മറ്റു പലരെയും വേദനിപ്പിക്കും എന്നുള്ള രീതിയിലാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തായാലും അങ്ങനെയല്ല, ധൈര്യപൂർവ്വം മെറി ക്രിസ്മസ് പറയാം. അത് ആരെയും വേദനിപ്പിക്കില്ല. ആരെയും വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, നമ്മൾ ആർക്കെങ്കിലും ഒരു ഉപദ്രവമായിട്ട് പറയുന്ന ഒരു കാര്യമല്ല. ധൈര്യപൂർവ്വം പറയാം എന്ന് അക്കാര്യത്തിൽ ട്രംപിന് നമോഭാഗം പറയാം. ഇനി രണ്ടാമത്തെ കാര്യം, പ്രമാദമായ രണ്ട് കാര്യങ്ങളാണ് ഇന്ന് സംസാരിക്കുന്നത്. ഒന്ന്, യേശു ജീവിച്ചിരുന്നോ? രണ്ടാമത്തേത്, യേശു പലസ്തീൻകാരനായിരുന്നോ? അപ്പോൾ യേശു പലസ്തീൻകാരനായിരുന്നോ എന്ന് ചിന്തിക്കാനുള്ള കാരണം, ഇന്നിപ്പം ന്യൂയോർക്ക് സിറ്റിയിൽ ടൈംസ് സ്ക്വയറിൽ ഒരു ബിൽ ബോർഡ്, അത് അറബ് അമേരിക്കൻ കമ്മിറ്റി, ഒരു ഡിഫൻസ് കമ്മിറ്റി, ആൻറ്റി ഡിഫമേഷൻ കമ്മിറ്റി, അവരാണത് സ്ഥാപിച്ചിരിക്കുന്നത്. അവർ പറഞ്ഞിരിക്കുന്നത് യേശു പലസ്തീനിയനായിരുന്നു. പലസ്തീൻകാരനായ, ബെത്ലഹേമിൽ ജനിച്ച പലസ്തീൻകാരനായ ഒരു അഭയാർത്ഥിയായിരുന്നു യേശു എന്നാണ് പറയുന്നത്. അതിനെ ഒത്തിരി പേര് വിമർശിച്ചിട്ടുണ്ട്. പലസ്തീൻ അവർ ഉദ്ദേശിക്കുന്നത് പലസ്തീൻകാരനാണെന്ന് ആ ബിൽ ബോർഡ് വെച്ചതെങ്കിലും ആരെയും ഹർട്ട് ചെയ്യാനല്ല, മറിച്ച് അതൊരു ചിന്താവിഷയം, അത് ലോകമെങ്ങും ഒരു ചർച്ചയ്ക്കിടയാക്കണം എന്ന്. ഗാസയിലെല്ലാം ആളുകൾ പീഡിപ്പിക്കപ്പെടുന്നു. അപ്പോൾ ആ സമയത്ത് ഇവിടെ ഒരു ചർച്ചാ വിഷയമാക്കണം എന്നാണ് അവർ ഉദ്ദേശിച്ചത് എന്നാണ് പറയുന്നത്. അതിൽ കുഴപ്പമില്ല. യേശുവിനെ പലസ്തീൻകാരെന്നോ ഇസ്രായേലിയെന്നോ ഇനി ഏത് രാജ്യക്കാരെന്ന് വേണമെങ്കിലും പറയാവുന്നതാണ് ഒരു വിഭാഗം ആളുകൾ പറയുന്നത്. കാരണം യേശു എല്ലാവരുടേതുമാണ്. അങ്ങനെ തന്നെ ചിന്തിക്കണം, അങ്ങനെയാണ് ചിന്തിക്കേണ്ടതും. അപ്പോൾ ഇവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, യേശു പലസ്തീൻകാരൻ ആണെന്ന് പറയുമ്പോൾ, പലസ്തീൻ എന്നൊരു രാജ്യം എന്നെങ്കിലും ചരിത്രത്തിലുണ്ടായിരുന്നു. ഭൂമുഖത്ത് പലസ്തീൻ എന്നൊരു രാജ്യം, ഇസ്രായേൽ എന്നൊരു രാജ്യം നമ്മൾ കേട്ടിട്ടുണ്ട്. ഇസ്രായേൽ എന്ന രാജ്യം ഈ ചരിത്രപരമായിട്ടും ഉണ്ട്, ബിബ്ലിക്കലായിട്ടും ഉണ്ട്. പക്ഷേ പലസ്തീൻ എന്നൊരു രാജ്യം എപ്പോഴെങ്കിലും ഉള്ളതായിട്ട് നമുക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോൾ ഈ പലസ്തീൻ രാജ്യം ഉണ്ടാവണമെന്ന് പറയുന്നു. അതായത് ഗാസയിലും വെസ്റ്റ് ബാങ്കിലും അവിടെ ആ ഭാഗങ്ങളിൽ, ഗോലാൻ ഹൈറ്റ്, ആ ഭാഗങ്ങളിലുള്ള മനുഷ്യരെല്ലാം ചേർത്തൊരു രാജ്യം, അതിന് പലസ്തീൻ എന്ന് പേര് കൊടുക്കണമെന്നാണ് നമ്മൾ കരുതുന്നത്. അല്ലാതെ പലസ്തീൻ എന്നൊരു രാജ്യം മുമ്പ് ഉണ്ടായിരുന്നതായിട്ട് നമുക്കാർക്കും അറിഞ്ഞുകൂടെ, ചരിത്രപരമായിട്ട് അറിയില്ല. നേരെ മറിച്ച് നേരത്തെ ഉണ്ടായിരുന്ന ഓട്ടോമൻ, ഈ ഇസ്രായേലികളെ അവിടുന്ന് തുരത്തി പായിച്ചപ്പോൾ, അത് ക്രിസ്തുവിൻ്റെ ജനനത്തിന് ശേഷം എത്രയാണ്, AD 70 മറ്റോ ആണ് അവരെ അവിടുന്ന് തുരത്തി പായിക്കുന്നത്. ഈ റോമൻകാരൊക്കെ വന്ന്, അങ്ങനെയാണ് അവർ ടെമ്പിള് ഒക്കെ തകർത്ത് കളയുന്നത്. അപ്പോൾ അതിനുശേഷം അവർ ലോകം മുഴുവൻ അഭയാർത്ഥികളായിട്ട് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ആ സമയത്ത് അവിടെ ജീവിച്ചിരുന്ന ആളുകൾ, പലസ്തീൻകാരും മറ്റ് ആളുകൾ, പിന്നീടത് ഇസ്ലാം മതം വന്നു. ഇസ്ലാം മതം വന്നപ്പം ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായി ആ പ്രദേശമെല്ലാം. അത് കുറേ കൂടെ കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു. അതിനു മുമ്പാണ് ഈ മുസ്ലിം അധിനിവേശം. ഈ ഭാഗങ്ങളെല്ലാം മുസ്ലിങ്ങളുടെ കീഴിലായതുകൊണ്ടാണ് കുരിശുയുദ്ധം ഉണ്ടായത്, അത് തിരിച്ചു പിടിക്കാനായിട്ട്. ജെറുസലേമും ആ ഭാഗമെല്ലാം ക്രൈസ്തവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ്. അവയെല്ലാം തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് കുരിശുയുദ്ധം ഉണ്ടാകുന്നത്. എന്നാലും പിന്നീട് അത് മുസ്ലിങ്ങളുടെ ആധിപത്യത്തിൽ തുടർന്നു. ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു. അതിൻ്റെ ഇടയിലാണ് ഈ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലത്താണ് തിയഡോർ വെർസൽ എന്നോ മറ്റോ പറഞ്ഞ് ഒരാളാണ് അവിടെ ഇസ്രയേലിലേക്ക് തിരിച്ചു പോവുക, ഇസ്രയേൽ തിരിച്ചു പിടിക്കുക എന്ന് പറഞ്ഞ് ആ സയോണിസ്റ്റ് മൂവ്മെൻറ്റ് തുടക്കമിടുന്നത്. അങ്ങനെയാണ് ആളുകൾ ഇസ്രയേലിൽ പോയി വീണ്ടും സ്ഥലം വാങ്ങിച്ച് താമസിക്കാൻ തുടങ്ങി. പിന്നെ കുറേശ്ശെ അവർ ആധിപത്യം സ്ഥാപിക്കാൻ തുടങ്ങി, ആളുകളെ അവിടുന്ന് ഓടിക്കാൻ തുടങ്ങി. ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. അങ്ങനെ അതിന് ബ്രിട്ടനൊക്കെ കണ്ണടച്ചു. 1922 അതിന് കുറേ ഭാഗത്തിന് അവർക്ക് അവകാശം കിട്ടി. 1947 ആയപ്പോഴത്തേക്ക് ആ ഭാഗം മുഴുവൻ അവരുടെ ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് വരുന്നു. 47-48 ആകുമ്പോഴത്തേക്ക്. അപ്പോൾ അന്നൊന്നും ഒരു പലസ്തീൻ രാഷ്ട്രമില്ല, അതെല്ലാം പല രാജ്യങ്ങളുടെ ഭാഗമായിരുന്നു. ഇപ്പം യാസർ അറാഫത്ത് പോലും ഈജിപ്തുകാരനായിരുന്നു. അയാളുടെ നാഷണാലിറ്റി ഈജിപ്ഷ്യനായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വിഷമം പിടിച്ചൊരു സ്ഥലമാണത്. വാസ്തവം പറഞ്ഞാൽ ഈ ക്രിസ്തു ജനിച്ച ഒരു സ്ഥലം ഇങ്ങനെ ഭിന്നതയുടെയും തർക്കത്തിൻ്റെയും ഒരു സ്ഥലമാകുന്നത് ഏറ്റവും ഖേദകരമായൊരു കാര്യം. അത് ഈ സ്വിറ്റ്സർലൻഡൊക്കെ പോലെ എല്ലാവർക്കും യാതൊരുവിധ ആയുധങ്ങളോ ഒന്നുമില്ലാത്തൊരു സമാധാനത്തിൻ്റെ രാഷ്ട്രമായി മാറേണ്ടതായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അതാണ് ലോകത്തെ ഭിന്നചേരിയിലാക്കുന്ന ഒരു സ്ഥലമായിട്ട് മാറിയിരിക്കുന്നത്. എന്തായാലും പലസ്തീൻ രാജ്യം വന്നിട്ട് പിന്നെയും ഇസ്രായേലുമായിട്ട് എന്നും പോരാടുന്ന ഒരവസ്ഥ, അതുണ്ടാകുന്നതാണ് ഖേദകരം. അപ്പോൾ എന്തായാലും ഈ പലസ്തീനെ, ഈ പ്രശ്നം പരിഹരിക്കാനായിട്ട് ഏറ്റവും എളുപ്പമാർഗ്ഗമേ ഉള്ളൂ. ഇസ്രായേൽ എന്ന് പറയുന്നത് 90 ലക്ഷം ജനങ്ങളാണ് അവിടെ ഉള്ളത്. 1 കോടി പോലും ഇല്ല. അതായത് കേരളത്തിലെ ഒരു 2 ജില്ല അല്ലെങ്കിൽ 3 ജില്ലയുടെ ആളുകൾ മാത്രമാണ് അവിടെ ഉള്ളത്. പിന്നെ അതിൻ്റെ സ്ഥലമെന്ന് പറയുന്നത് ഈ ന്യൂജേഴ്സി സ്റ്റേറ്റിൻ്റെ അത്രയേ വരുള്ളൂ, ചെറിയൊരു സ്ഥലം. അത്രയും സ്ഥലം അവർക്ക് വിട്ടുകൊടുക്കാവുന്നതേ ഉള്ളൂ.
പ്രശ്നങ്ങൾ മൊത്തമായിട്ട് തീരും. കാരണം ജെറുസലേമും മറ്റും ഈ ഇസ്രായേലികളെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം പ്രധാനമാണെന്ന് ഈ ബൈബിളൊക്കെ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. 3000 വർഷം മുമ്പ് പോലും അവരെന്താ പിന്നെ ജെറുസലേമിനെ മറന്നു കളഞ്ഞാൽ ഇടത് കൈ വലത് കൈയെ മറന്നു പോകണമെന്നാണ് പറയുന്നത്. പിന്നെ ബാബിലോണിൻ്റെ കരയിലിരുന്ന് ഞങ്ങൾ പിന്നെ കരഞ്ഞു, പിന്നെ സയോണിനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു. അപ്പം പിന്നെ ദൈവത്തിൻ്റെ ഒരു പാട്ട് അവിടെ പാടാനായിട്ട് അവർ പറഞ്ഞു. പക്ഷേ ഞങ്ങളെങ്ങനെയാണ് ഒരു അന്യരാജ്യത്ത് പാടുന്നത്? ആ പാട്ട് നമുക്കറിയാം, ബൈ ദ റിവേഴ്സ് ഓഫ് ബാബിലോൺ. പിന്നെ ആ പാട്ട് അബ്ബായുടെയാണെന്ന് തോന്നുന്നു, അബ്ബായാണോ ബോഡിയം. പിന്നെ ആ പാട്ട് എത്രമാത്രം പിന്നെ വികാരപരമാണെന്ന്. അപ്പം ഇത് മനസ്സിലാക്കുക, അതൊന്ന് അംഗീകരിച്ചാൽ പ്രശ്നം തീരുന്നേ ഉള്ളൂ. അപ്പം ഈ യഹൂദ രാഷ്ട്രം വരുന്നതിനെയാണ് ഈ മാംദാനിയൊക്കെ എതിർക്കുന്നത്. യഹൂദ ഒരു മതത്തിൻ്റെ പേരിലുള്ളൊരു രാജ്യം, അത് സത്യമാണ്. ഈ മുസ്ലിങ്ങളെ എതിർക്കുന്നത് എന്തുകൊണ്ടാണ്? അതും മതത്തിൻ്റെ പിന്നെ പേരിലല്ലേ ഈ എതിർക്കുന്നത്. ഇപ്പോൾ അവിടുന്ന് ആളുകളെ ആട്ടി ഓടിച്ചത് അത് ശരിയായില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇപ്പം നമ്മൾ ജീവിക്കുന്ന വീട് 100 കണക്കിന് വർഷം മുമ്പ് വേറെ ആണോ ജീവിച്ചിരുന്നത് അവർ വന്ന് നമ്മളോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞാൽ എന്താ നമുക്ക് തോന്നുക? അതേ അവസ്ഥ തന്നെയാണെന്നുള്ള കാര്യത്തിൽ നമുക്കൊരു തർക്കവുമില്ല. പക്ഷേ അതൊരു കഴിഞ്ഞ കാര്യം, 100 വർഷവും അതിനൊക്കെ കൂടിയ മുമ്പ് നടന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ആ പക ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയല്ല വേണ്ടത്, അതൊരു പരിഹരിക്കുക, അതിന് നഷ്ടപരിഹാരം കൊടുക്കുകയോ ആ പക അവസാനിപ്പിക്കാനുള്ള ഒരു പരിപാടിയാണ് നോക്കേണ്ടത്. അത് ഉണ്ടാവുന്നില്ല. കാരണം മുസ്ലിങ്ങൾക്കും ആ മതപരമായിട്ടുണ്ട് ഇസ്രായേൽ ഇല്ലാതാവണം ആ ഭാഗത്ത്. പിന്നെ ഫ്രം റിവർ ടു സീ, റിവർ മുതൽ ആ ജോർദാൻ നദി മുതൽ കടൽ വരെ അത് മുഴുവൻ അവിടെ ഇസ്രായേലിലെ ഓടിക്കുമെന്നുള്ള ആ ചിന്താഗതി. അപ്പോൾ അതും മാറേണ്ടതുണ്ട്. അപ്പോൾ ഒരു മാറ്റമാണ് ഈ ക്രിസ്മസ് കാലത്ത്, ഒരു മാറ്റമാണ് ഉണ്ടാവേണ്ടത്. രണ്ടു കൂട്ടരും ഒരു സൗമനസ്യം, ഒരിത്തിരി അവരൂടെ അവിടെ ജീവിച്ചോട്ടെ എന്ന് പറയുന്ന ഒരു സൗമനസ്യം ആണ് ഉണ്ടാവേണ്ടത് എന്നെനിക്ക് തോന്നുന്നു. ഞാനിതിനെപ്പറ്റി പറഞ്ഞപ്പം പിന്നെ കാരണം ജെറുസലേമിന് പകരം വേറെ ജെറുസലേമില്ല. അത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ രാമജന്മഭൂമിക്ക് പകരം രാമജന്മഭൂമി വേറെ ഇല്ല. ആ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാണ് അതിപാവനമായിട്ട് അവർ കണക്കാക്കുന്നതും. അപ്പം നേരെ മറിച്ച് ഒരു മസ്ജിദ് നമുക്ക് മാറ്റാവുന്നേ ഉള്ളൂ. പല മസ്ജിദുകളുണ്ട്, ലോകം മുഴുവൻ മസ്ജിദുകളുണ്ട്. പക്ഷേ അതേസമയം തന്നെ എനിക്ക് അന്നും ഇന്നും തോന്നിയിട്ടുണ്ട്, രാമജന്മഭൂമി എന്ന് പറഞ്ഞാൽ രാമൻ്റെ ഭൂമി, അത് ഈ മൊത്തം പ്രപഞ്ചം തന്നെ രാമൻ്റെ ഭൂമിയല്ലേ. അപ്പോൾ അവിടെ ആ ഒരു സ്പോട്ടിന് എന്താണ് പ്രാധാന്യം ഇരിക്കുന്നത്? ഇത്തിരി അങ്ങോട്ട് മാറ്റിയത് കൊണ്ട് രാമന് ഒരു പിണക്കവും തോന്നുമായിരുന്നു എന്നെനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഇന്നിപ്പോൾ അതൊരു യാഥാർത്ഥ്യമായി. സുപ്രീം കോടതിയുടെ വിധിയുടെ ബലമുണ്ട് അതിന്. സുപ്രീം കോടതിയുടെ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് അംഗീകരിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട് താനും. അപ്പോൾ അത് ഒരു അടഞ്ഞ കാര്യം തന്നെ. ഇനി രണ്ടാമത്തെ വിഷയം, യേശു ജീവിച്ചിരുന്നോ എന്നുള്ളത്. അപ്പോൾ ഈയിടയ്ക്കും ഒരു ഹിന്ദുത്വ കക്ഷി കേരളത്തിൽ അങ്ങനെ ഒരാളെ ഇല്ലായിരുന്നു, അങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നില്ല, ഇത് കെട്ടിപ്പൊക്കിയ ഒരു കഥയാണ് എന്ന് പറയുന്നു. അപ്പോൾ ചരിത്രപരമായിട്ട് തന്നെ ഇത് പിന്നെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ചരിത്രത്തിലെല്ലാം നമുക്ക് കാണാം ഇങ്ങനെ യേശു എന്ന ഒരാൾ ജീവിച്ചിരിപ്പുണ്ടോ, എന്തുകൊണ്ടാണ് യേശുവിനെ പറ്റിയുള്ള ചരിത്രരേഖകളും മറ്റും കാര്യമായിട്ടില്ലാത്തത്. ചുരുക്കമായിട്ട് ചില രേഖകളൊക്കെ ഉണ്ട്, പിന്നെ ചില പരാമർശങ്ങളൊക്കെ ഉണ്ടെന്നല്ലാതെ വലിയ തോതിലുള്ള ഒരു പിന്നെ രേഖകളൊന്നുമില്ല. ശ്രീബുദ്ധനെ പറ്റി പോലും 2500 വർഷം മുമ്പ് ജീവിച്ചിരുന്ന ശ്രീബുദ്ധനെ പോലും പറ്റിപ്പോലും കൂടുതൽ വിവരങ്ങളുണ്ട്. അപ്പോൾ 2000 വർഷം മുമ്പ് ജീവിച്ചിരുന്ന ക്രിസ്തുവിനെ പറ്റി എന്താണ് അതില്ലാത്തത്? അന്ന് അത് ക്രിസ്തു ഇല്ലാത്ത ഒരു കഥ കെട്ടിപ്പൊക്കിയതാണെന്ന് പറയുന്നത്. അത് എന്തായാലും അതിനെപ്പറ്റി വിൽഡുറാൻഡ് എന്ന് പറഞ്ഞ സ്റ്റോറി ഓഫ് സിവിലൈസേഷൻ, അങ്ങനെ ആ ഒരു ഹിസ്റ്ററി ബുക്ക് എഴുതിയ അദ്ദേഹം. അപ്പോൾ ആ ഹിസ്റ്റോറിക് സീരീസാണ്, ഒരുപാട് പുസ്തകങ്ങളാണ്. അപ്പോൾ അതിൽ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ഒരു ചാപ്റ്റർ ഈ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഏറ്റവും നല്ലൊരു വാദം, ഇങ്ങനെ അതിൻ്റെ രേഖകളൊക്കെ പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറഞ്ഞ ഏറ്റവും നല്ലൊരു വാദം എനിക്ക് തോന്നിയത്, നമ്മുടെ മുൻഗാമികൾ, നമ്മുടെ മുൻ മാതാപിതാക്കന്മാർ, അതായത് പഴയകാല ആളുകൾ, അവരൊന്നും മണ്ടന്മാരോ വിഡ്ഢികളോ ഒന്നും ആയിരുന്നില്ല. ഈ മണ്ടത്തരവും വിഡ്ഢിത്തരവും ഒന്നും വിശ്വസിക്കാൻ മാത്രം, ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കാൻ മാത്രം മണ്ടന്മാരായിരുന്നില്ല അവർ. അപ്പോൾ അവരും ബുദ്ധിപൂർവ്വമാണ് ചിന്തിക്കുകയും ബുദ്ധിപൂർവ്വം ചിന്തിച്ചിരുന്ന ആളുകളാണ്. അപ്പോൾ ഇങ്ങനെ ഇല്ലാത്തൊരു കാര്യമുണ്ടെന്ന് പറഞ്ഞ് വന്നാൽ അത് ഒരുപാട് കാലം നിലനിൽക്കില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് ഇല്ലാതായി പോവുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ ഈ ക്രിസ്തുവിനെ പറ്റി കൂടുതൽ പഠിക്കുന്ന ഈ 12 ശിഷ്യന്മാരിൽ കൂടിയാണ്. ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ, അവർ 11 പേരും കൊല്ലപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ അവരാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അവരാണ് സുവിശേഷമൊക്കെ എഴുതിയത്, ബൈബിളൊക്കെ എഴുതുകയും ചെയ്യുന്നത്. അവരിലൂടെയാണ് നമ്മൾ ക്രിസ്തുവിനെ കൂടുതലായിട്ട് കണ്ടെത്തുന്നത്. അപ്പോൾ ഇതെല്ലാം മണ്ടത്തരമാണെന്ന് ആർക്കെങ്കിലും, ചരിത്രപരമല്ല എന്ന് ആർക്കെങ്കിലും വിശ്വസിക്കുന്നെങ്കിൽ അങ്ങനെ വിശ്വസിക്കുന്നതിന് ഒരു തെറ്റുമില്ല. പക്ഷേ അങ്ങനെ ചരിത്രപരമല്ല എന്ന് വിശ്വസിക്കേണ്ടതില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുൻഗാമികളൊക്കെ ഇതൊക്കെ അറിഞ്ഞും ഇതൊക്കെ പരിശോധിച്ചും ഇതൊക്കെ ഇഴകീറി നോക്കിയും ഒക്കെ തന്നെയാണ് അന്നും വിശ്വസിച്ചത്. അന്ന് സെൽഫോണില്ലായിരുന്നു, ഇൻ്റർനെറ്റ് ഇല്ലായിരുന്നു എന്നതുകൊണ്ട് അവർ വിഡ്ഢികളൊന്നും ആയിരുന്നില്ല. അതിനും അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
എന്തായാലും ഈ ക്രിസ്മസിന് എല്ലാവിധ മംഗളങ്ങളും ആശംസിക്കുന്നു.